ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വാമനാണെങ്കിൽ പ്രതാപനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടാനായി രണ്ടാൾക്കാരെയും കൂട്ടി കരുണാലയത്തിൽ എത്തുന്നു. വാമനെ കാണുമ്പോൾ തന്നെ വയലൻ്റ് ആകാൻ തുടങ്ങുന്നുണ്ട് പ്രതാപൻ. തുടർന്ന് പ്രതാപൻ്റെ വായിൽ ടേപ്പ് ഒട്ടിച്ച് കൈയും കാലും എല്ലാം കൂട്ടിക്കെട്ടി അയാളെ കാറിലേക്ക് ഇടുന്നു. മോഹിനി ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. ഇവനെ 2 ദിവസം ഇവിടെ അടുത്തുള്ള സൈക്യാട്രിസ്റ്റിൻ്റെ വീട്ടിൽ കൊണ്ടിടുമെന്നും അതോടെ ഇവൻ പഴയ പ്രതാപനാകുമെന്നും വാമൻ പറയുന്നുണ്ട്. ശേഷം വാമേട്ടനെ കാണുമ്പോൾ പ്രതാപേട്ടൻ എന്തിനാ കൂടുതൽ വയലൻ്റ് ആകുന്നതെന്നെല്ലാം മോഹിനി സംശയത്തോടെ ചോദിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞ് മോഹിനിയുടെ വായടപ്പിക്കുകയാണ് മുത്തശ്ശി. പിന്നീട് ഉണ്ണി, നിൻ്റെ അച്ഛനെ നമുക്കിന്ന് പോയി കണ്ടാലോ? എൻ്റെ അച്ഛനെക്കുറിച്ച് അങ്ങേര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും എനിക്കൊരു വിഷയമല്ല എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ആകെ പെട്ടുപോവാണ് കരുണ. ഞാൻ ചിലപ്പോൾ വരുന്ന വഴി നിൻ്റെ അച്ഛനെ വീട്ടിൽ കയറി കാണുമെന്നും ഉണ്ണി പറയുന്നുണ്ട്. ഇതേ സമയം അവിടേക്ക് വരുന്ന കണ്ണൻ, നിൻ്റെ അച്ഛനെ ഉണ്ണി കാണുന്നിൽ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് കരുണേ? ഉണ്ണി അങ്ങേരുടെ മരുമകനല്ലേ എന്നെല്ലാം മനസ്സിൽ സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കരുണയുടെ മറുപടി എന്താണെന്നറിയാൻ വേണ്ടി തന്നെ കണ്ണൻ മനഃപൂർവ്വം ചോദിക്കുന്നുണ്ട്. ഉണ്ണിയേട്ടൻ അച്ഛനെ കാണുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും ഉണ്ണിയേട്ടൻ്റെ അച്ഛനെക്കുറിച്ച് എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ഉണ്ണിയേട്ടൻ നിലതെറ്റി അച്ഛനെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്നെല്ലാം പറഞ്ഞൊപ്പിക്കുകയാണ് കരുണ. ഇതേ സമയം ദുർഗ വന്നിട്ട്, നീ എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കുന്നത്? മോളുടെ സ്വന്തം അച്ഛനല്ലേ മനസ്സിന് താളം തെറ്റിയിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അച്ഛനെ ഈ അവസ്ഥയിൽ മറ്റുള്ളവർ കാണുന്നതിൽ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നെല്ലാം കണ്ണനോട് ദുർഗ പറയുന്നുണ്ട്. തുടർന്ന് മോളുടെ അച്ഛനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുന്ന കാര്യം എന്തായി മോളെ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്നുണ്ടെന്നാണ് മുത്തശ്ശി പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് എങ്കിലും എൻ്റെ അച്ഛനും കരുണയുടെ അച്ഛനും തമ്മിൽ ഒരു പരിചയവും ഇല്ല. ഏതാണ്ടും കൃത്യമായിട്ട് എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എങ്ങനെ പ്രതാപൻ്റെ ദേഹത്ത് കയറി, അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് തന്നെ മനഃപൂർവ്വം വീണ്ടും കണ്ണൻ പറയുന്നുണ്ട്. അത് കേട്ട് വീണ്ടും ഞെട്ടി വിറിച്ച് പോകുന്നുണ്ട് കേട്ടോ കരുണ. കരുണയുടെ ഭാവമാറ്റങ്ങളെല്ലാം കണ്ണൻ ശരിക്കും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മഹി കണ്ണേട്ടൻ്റെ ഈ പെരുമാറ്റത്തിൽ സങ്കടം സഹിക്കാൻ കഴിയാതെ അമ്മയെ കാണാനായിട്ട് എത്തുന്നു. നമ്മളെ പേടിച്ചതുപോലെ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു അമ്മേ. കണ്ണേട്ടൻ എല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയം ഉണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹി പൊട്ടിക്കരയുമ്പോൾ അതിനൊരു സാധ്യതയും ഇല്ലല്ലോ മോളെ. പ്രതാപേട്ടനും കണ്ണനും തമ്മിൽ ഇതുവരെ നേരിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ അന്ന് കണ്ണേട്ടൻ ഇവിടേക്ക് എന്നോടൊപ്പം വന്നത് തന്നെ കരുണയുടെ അച്ഛനെയും കാണണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണല്ലോ. ഇനി നമ്മളറിയാതെ കണ്ണേട്ടൻ കരുണയുടെ അച്ഛനെ പോയി കണ്ടോ എന്നെല്ലാം പറയാൻ പറ്റില്ല അമ്മേ. ഇല്ലെങ്കിൽ കണ്ണേട്ടൻ ഒരിക്കലും എന്നോട് ഇങ്ങനെ പെരുമാറില്ല. എനിക്കിപ്പോൾ കണ്ണേട്ടൻ മുഖം തരുന്നില്ല, ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല. ഇനി കണ്ണേട്ടൻ എന്നെ ഉപേക്ഷിച്ച് കളയോ എന്ന് ചോദിച്ചുകൊണ്ട് മഹി പൊട്ടിക്കരയുന്നുണ്ട്. മോഹിനിയാണെങ്കിൽ മഹിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല മോളെ. മോളെ ജീവിതത്തിൽ നിന്നും തള്ളിക്കളയാനൊന്നും ഒരിക്കലും കണ്ണന് കഴിയില്ല. ഇതിപ്പോൾ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിലല്ലേ കണ്ണൻ മോളോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ കണ്ണൻ തന്നെ മോളെ തേടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ മോഹിനി. തുടർന്ന് ഇന്നലെ ആ വാമേട്ടൻ വന്ന് പ്രതാപേട്ടനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നും അയാൾക്ക് എന്താണ് ഇതിൽ ഇത്ര താല്പര്യം എന്നാണ് മോളെ എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന സമയത്ത് പ്രതാപേട്ടൻ്റെ വായിൽ എന്തിനാ ടോയ് പൊട്ടിക്കുന്നത്? എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ പ്രതാപേട്ടൻ വിളിച്ചു പറയുന്നത്. മാത്രമല്ല വാമേട്ടനെ കാണുമ്പോഴാണ് പ്രതാപേട്ടൻ ഏറ്റവും കൂടുതൽ വയലൻ്റ് ആകുന്നത്. നമ്മളറിയാത്ത എന്തോ ഒന്നുകൂടി അവരെല്ലാവരും ചേർന്ന് നമ്മളിൽ നിന്നും ഒളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മോഹിനി. മഹിയും ഇതെല്ലാം കേട്ട് ഷോക്കാവുന്നു. ഇതേ സമയം മുത്തശ്ശി വന്നിട്ട്, നിൻ്റെ മോൾ എന്തിനാ മോഹിനി ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ എല്ലാം അറിഞ്ഞു എന്ന കാര്യത്തിൽ മോൾക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി ഞെട്ടുന്നുണ്ട്. കണ്ണൻ മോഹിനി ഇപ്പോൾ മോൾക്ക് മുഖം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഇങ്ങനെ തന്നെ വേണം, എന്തൊരു അഹങ്കാരമായിരുന്നു അമ്മയ്ക്കും മോൾക്കും എന്ന് മുത്തശ്ശി പറയുമ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞ് സന്തോഷിക്കാൻ വരട്ടെ. മോൾക്കൊരു തെറ്റുപറ്റി, എല്ലാം കണ്ണനിൽ നിന്ന് മറച്ചു വെച്ചു. അതിൽ മോൾക്കും എനിക്കുമൊക്കെ നല്ല കുറ്റബോധമുണ്ട്. എന്നാലും മോളോട് കണ്ണൻ ക്ഷമിക്കും. പക്ഷേ കരുണയുടെ സ്ഥിതി അതല്ല. അവളുടെ അച്ഛനാണ് കണ്ണൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നിരിക്കുന്നത്. കണ്ണൻ മാത്രമല്ല, ഉണ്ണി ഇതറിഞ്ഞാലും മോളേക്കാൾ ദോഷം വരാൻ പോകുന്നത് കരുണയ്ക്ക് തന്നെയാണ്. ഉണ്ണിയും ദുർഗയൊക്കെ കരുണയ്ക്ക് എതിരാകും. അമ്മ അത് മറക്കണ്ട എന്ന് പറയുന്നുണ്ട് മോഹിനി. ഇനി അഥവാ കണ്ണനിലെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതാപേട്ടൻ നോർമലാകാൻ വേണ്ടിയായിരിക്കും കണ്ണൻ വെയിറ്റ് ചെയ്യുന്നതെന്നും മോഹിനി പറയുന്നത് കേട്ട് ആകെ പേടി പിടിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിക്ക്. പിന്നീട് കണ്ണന് മഹിയാണെങ്കിൽ അവരൊരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ചെല്ലാം ആലോചിച്ച് വല്ലാതെ വിഷമിക്കുന്നു. തുടർന്ന് മഹി കണ്ണനെ വീണ്ടും വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കണ്ണൻ ഫോൺ എടുക്കുന്നില്ല. അത് മഹിയെ കൂടുതൽ വിഷമിപ്പിക്കുന്നുണ്ട്. പിന്നീട് വാമൻ കരുണയെ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നു. പ്രതാപനെ സൈക്കാട്രിസ്റ്റിൻ്റെ വീട്ടിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും
2 ദിവസം കൊണ്ട് മോൾക്ക് മോളുടെ അച്ഛനെ തിരിച്ചു കിട്ടുമെന്നും അതോടുകൂടി എല്ലാം പഴയ പിടിയാകുമെന്നും പറയുന്നുണ്ട്. എങ്കിലും കണ്ണേട്ടനെല്ലാം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കണ്ണേട്ടൻ്റെ വാക്കുകളിൽ നിന്നും എനിക്കത് തോന്നുന്നുണ്ട് എന്നെല്ലാം കരുണ പറയുമ്പോൾ മോളുടെ അച്ഛൻ നോർമലായി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. സമനില തെറ്റിയ ഒരാൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് ആരും അത്ര പ്രാധാന്യം കൊടുക്കില്ല എന്നെല്ലാം വാമൻ പറഞ്ഞ് കരുണയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ കണ്ണനും മഹാലക്ഷ്മിക്കും ഇടയിൽ സംഭവിച്ചിരിക്കുന്ന ഈ അകലം മുതലെടുക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് വാമൻ. ഇതൊരു തുറുപ്പുചീട്ടാണെന്നും അത് ഞാനിങ്ങനെ കത്തിച്ചു നിർത്തുമെന്നും മഹാലക്ഷ്മിയെയും കണ്ണനെയും വേർപിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു, അത് വല്ലതും നടന്നോ? ഇപ്പോൾ ദൈവമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ തന്നെയാണ് സീമന്തിനി എൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ഇനിയും ഞങ്ങൾ വീണ്ടും കുരുക്കിൽ നിന്നും കുരുക്കിലേക്കാണോ ചെന്നു ചാടാൻ പോകുന്നത് എന്ന് സീമന്തിനി ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ലടി, ഇത്തവണ നോക്കിക്കോ, കണ്ണനെയും മഹാലക്ഷ്മിയെയും ഞാൻ വേർപിരിക്കും എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ വാമൻ. അങ്ങനെ കുതന്ത്രവുമായി വാമൻ മഹാലക്ഷ്മിയെ കാണണമെന്ന് ആവശ്യപ്പെട്ട് വിളിപ്പിക്കുന്നു. തുടർന്ന് എന്തിനാ നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞതെന്ന് മഹി ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അനന്ത് എന്നോട് പറഞ്ഞു എന്നും നിന്നോട് അവൻ അകലം പാലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ തക്കതായിട്ടുള്ള കാരണമുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് അവനിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം അവൻ അറിഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ. ഞാൻ ഏതായാലും പ്രതാപനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കലും നീ കണ്ണൻ്റെ മുൻപിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. നിന്നെയും കണ്ണനെയും തമ്മിൽ ഒന്നിപ്പിച്ചത് ഞാനാണ്. നീ അറിഞ്ഞുകൊണ്ട് അവനെ വഞ്ചിച്ചിട്ടില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് നീ അവൻ്റെ മുന്നിൽ മാപ്പം പറഞ്ഞ് കീഴടങ്ങേണ്ട കാര്യമൊന്നുമില്ല എന്നെല്ലാം വാമൻ അവസരം മുതലെടുത്തുകൊണ്ട് പറയുമ്പോൾ എല്ലാം കേൾക്കുന്ന മഹിയാണെങ്കിൽ അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നും മനഃപൂർവ്വം ഒരു വലിയ രഹസ്യം കണ്ണേട്ടനിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വന്നു. അതിൻ്റെ പേരിൽ കണ്ണേട്ടൻ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ തയ്യാറാണ്. അവസരം മുതലെടുത്ത് നിങ്ങൾ കളിക്കുന്ന ഈ കളി നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാമന ചുട്ട മറുപടി തന്നെ മഹി കൊടുക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ അമ്മാവൻ എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത് എന്നെല്ലാം ചിന്തിക്കുന്നു. അന്ന് ഫംഗ്ഷൻ ദിവസം അമ്മാവനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രതാപനെ തൻ്റെ മുന്നിലേക്ക് വിടാതെ തടഞ്ഞു നിർത്തിയത്. ഇനി അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ പ്രതാപിന് കൊട്ടേഷൻ കൊടുത്തത് അമ്മാവനായിരിക്കുമോ എന്നുള്ളൊരു ചിന്തയും കണ്ണൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും തൻ്റെ മനസ്സിൽ തോന്നിയ സംശയത്തിൻ്റെ പുറകെ പോകാൻ തന്നെ കണ്ണൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ വാമനാണ് എല്ലാത്തിൻ്റെയും പുറകിൽ കളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തൻ്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ കണ്ണൻ ഉടനെ തന്നെ തിരിച്ചറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൽ വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്